ഇലഞ്ഞി കൂരുമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി സമരം നടത്തുകയാണ് കൂരുമല പ്രദേശവാസികൾ. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് കൂരുമല കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച പാറപ്പൊട്ടിക്കൽ രൂക്ഷമായതോടെയാണ് സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെയും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഒത്താശയോടെ കരിങ്കൽ ക്വാറി നിർബാധം പ്രവർത്തിക്കുന്നു. ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും സ്വകാര്യ കാറി ഉടമകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പിറവം ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വഴിയെ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കൊള്ളാത്ത രീതിയാണ്. 10-400 ലോറികളായി വഴി പോകണം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരും സഹായിക്കാത്തതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പിറവ മണ്ഡലത്തെ ഇലക്ഷന് ഞങ്ങളാരും വോട്ട് ചെയ്യാനായിട്ട് തയ്യാറല്ല. ഞങ്ങൾ ബഹിഷ്കരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പാറപ്പൊട്ടിക്കൽ പതിവായതോടെ സമീപത്തെ വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചു. കരിങ്കൽ ക്വാറിയിൽ നിന്നുള്ള പൊടി നാട്ടുകാരിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ കൂരുമലയുള്ള ക്വാറി ഏതെങ്കിലും രീതിയിൽ മാറ്റിയില്ലെങ്കിൽ ഈ നാട്ടുകാർ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിവിടെ പൊടിയും ഇതും വലിച്ചു കിടന്ന് ശ്വാസകോശമൊക്കെ ഏതാണ്ട് ഒരു പരുവത്തിലായിരിക്കുക. ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് കൂരുമലയിൽ നിന്നും കരിങ്കല്ല് കയറ്റി പോകുന്നത്. കൂരുമല പ്രദേശത്തെ 100ഓളം വീടുകളിലെ 500ഓളം വോട്ടർമാരാണ് പിറവം ഉപതെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നത്. മതത്തിന്റെയും സമുദായത്തിന്റെയും സുരക്ഷിത വോട്ട് ബാങ്കുകൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂരുമലയിലെ ജനതയുടെ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കാം. എന്നാൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാദേശിക പിന്തുണ കുറയുമെന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണം. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, പിറവം.